morning today. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചോ? പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? Do you know today's date? Today is 5th January 2022. Which day is today? Today is Wednesday. Okay. What we have learned in the previous class? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചത്? We have learned the golden words. അല്ലേ? ഏതൊക്കെയാ golden words? Which are the golden words? The golden words are thank you, please and sorry. Okay. Then we have also learned some good manners and habits. Today we are going to study the continuation of this lesson, and also we are going to do some textbook exercise. Okay. Some hard words are written on the board. I am going to read it. All of you listen here. Number 1, thank you. Number 2, sorry. Number 3, needy. Number 4, somewhat. Number 5, row. Number 1, thank you. THANKYOU. Thank you. Number 2, sorry. 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 Number 3, needy. NEEDY. Number 4, somewhat. SOMEONE. Somewhat. Number 5, row. WRONG. Row. Let us move on to the text. All of you open your text and take page number 86. അപ്പോൾ ടീച്ചർ ഇന്ന് പറയാൻ പോകുന്നത് some manners, good manners and habitsന്റെ continuation ആണ്. ഓക്കെ. നെക്സ്റ്റ് we have to study do your work yourself. അപ്പോൾ എന്താ എല്ലാ ജോലികൾ, അതായത് നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുക. ഓക്കെ. ഹെൽപ്പ് ദ ഓൾഡ് ആൻഡ് ദ നീഡി പീപ്പിൾ. എങ്ങനെയുള്ളവരെ നമ്മൾ സഹായിക്കേണ്ടത്? ഓൾഡ് അല്ലേ, പ്രായമുള്ള ആളുകൾ. അതുപോലെ തന്നെ നീഡി പീപ്പിൾ, എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. ദെൻ സേ താങ്ക് യു വെൻ സമ്മൺ ഗീവ്സ് യു സംതിങ്. അപ്പോൾ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ നമ്മൾ അവരോട് എന്ത് വേണം നമ്മൾ പറയേണ്ടത്, എന്താ നമ്മൾ അവരോട് പറയേണ്ടത്, എന്താ? താങ്ക് യു. ദെൻ സേ സോറി വെൻ യു ഡു സംതിങ് റോങ്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ എന്താ പറയേണ്ടത്? സോറി. ഓക്കെ. ദെൻ സേ പ്ലീസ് വെൻ യു ആസ്ക് സംബഡി ഫോർ സംതിങ്. അപ്പോൾ ആരോടെങ്കിലും നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഏത് വേർഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? പ്ലീസ്. ഓക്കെ. Then make use while waiting for a bus at the bus stop. ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിൽക്കേണ്ടത്? ക്യൂ ആയിട്ട് നിൽക്കുക. ഓക്കെ. ദെൻ ഇവിടെ മുത്തശ്ശി എന്താ പറയുന്നത്? എ ചൈൽഡ് വിത്ത് ഗുഡ് ഹാബിറ്റ്സ് ഈസ് ലൈക്ക് ബൈ എവരിബഡി അല്ലേ. എങ്ങനെയുള്ള കുട്ടികളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്? ഗുഡ് ഹാബിറ്റ്സ്, നല്ല ശീലങ്ങളുള്ള കുട്ടികളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഓക്കെ. ദെൻ മുത്തശ്ശി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? വൈ ഷുഡ് യു നോട്ട് ടേക്ക് എനിത്തിങ് ഫ്രം എ സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചർ എന്ന് വെച്ചാൽ ആരാണ്? ഒരു അപരിചിതൻ അല്ലേ. ഇപ്പോൾ ഒരു അപരിചിതനിൽ നിന്നും ആരും ഒരു കാര്യവും വാങ്ങിക്കില്ല അല്ലേ. എന്ത് തന്നാലും വാങ്ങിക്കില്ല. എന്തുകൊണ്ടാണ്? അത് ടീച്ചർ ഗൂഗിൾ മീറ്റിൽ വരുന്ന സമയത്ത് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും, എല്ലാവരും ആൻസർ പറയണം. ഓക്കെ. Then two pictures are given here. Okay. So you have to color the picture in which the boy is doing the right thing. ഈ 2 പിക്ചേഴ്സിലും ഈ ബോയ് റൈറ്റ് തിങ് ചെയ്യുന്നത് ഏത് പിക്ചറാണെന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പിക്ചർ കളർ ചെയ്യുക, ടീച്ചറിനെ സെൻഡ് ചെയ്യുക. ഓക്കെ. ദിസ് ഈസ് യുവർ ഹോംവർക്ക്. ഓക്കെ. ദെൻ ടീച്ചർ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എക്സസൈസ് ടൈമാണ്. കളർ ദ സർക്കിൾ, യെല്ലോ ഫോർ എ ഗുഡ് ഹാബിറ്റ് ആൻഡ് റെഡ് ഫോർ എ ബാഡ് ഹാബിറ്റ്. അതായത് നമുക്കിവിടെ കുറച്ച് സർക്കിൾസ് തന്നിട്ടുണ്ട്. അത് ഓരോ സെൻറ്റൻസ് നമ്മൾ റീഡ് ചെയ്തിട്ട് അത് ഗുഡ് ഹാബിറ്റ് ആണെങ്കിൽ ഏത് കളറാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? യെല്ലോ. ദെൻ ബാഡ് ഹാബിറ്റ് ആണെങ്കിലോ റെഡ് കളറ് ഫില്ല് ചെയ്യുക. ഓക്കെ. നമ്പർ 1, ഐ ഗോ ടു സ്കൂൾ ലേറ്റ് എവരി ഡേ. എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. അതെന്താ? നല്ലൊരു ഹാബിറ്റാണോ? ഈസ് ഇറ്റ് എ ഗുഡ് ഹാബിറ്റ് ഓർ ബാഡ് ഹാബിറ്റ്? എല്ലാവർക്കും അറിയാം അതൊരു ബാഡ് ഹാബിറ്റാണ് അല്ലേ. അപ്പോൾ ഏത് കളറാണ് യൂസ് ചെയ്യേണ്ടത്? റെഡ് കളർ. ഓക്കെ. ദെൻ നമ്പർ 2, ഐ ഡു നോട്ട് ടീസ് അനിമൽസ്. ഞാൻ അനിമൽസിനെ ടീസ് ചെയ്യാറില്ല, ഉപദ്രവിക്കാറില്ല. ദെൻ ഏത് കളറാണ്? അത് ഏത് ഹാബിറ്റാണിത്? ഒരു ഗുഡ് ഹാബിറ്റാണ് അല്ലേ. അപ്പോൾ വി ഹാവ് ടു യൂസ്
then yellow color. Then the third one is I keep my room clean. ഞാൻ എന്താണ് എൻ്റെ റൂം ക്ലീനാക്കി സൂക്ഷിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ, നിങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്താണ്, നിങ്ങളുടെ റൂമെല്ലാം നിങ്ങൾ ക്ലീനാക്കി സൂക്ഷിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊരു നല്ലൊരു ഹാബിറ്റാണ്, ഒരു ഗുഡ് ഹാബിറ്റാണ്. അപ്പോൾ ഏത് കളറാണ് ഫില്ല് ചെയ്യേണ്ടത്? യെല്ലോ കളർ. ദെൻ ദ ഫോർത്ത് വൺ ഐ കോറൽ വിത്ത് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരോട് വഴക്കിടാറുണ്ട്. അതൊരു നല്ലൊരു ഹാബിറ്റാണോ? അല്ല, അതൊരു ബാഡ് ഹാബിറ്റാണ് അല്ലേ. അപ്പോൾ ഏത് കളറാണ് ഫില്ല് ചെയ്യേണ്ടത്? റെഡ് കളർ. ദെൻ ഐ നെവർ പുഷ് അതേഴ്സ്. ഞാൻ എന്താണ്, മറ്റുള്ളവരെ പുഷ് ചെയ്യാറില്ല അല്ലേ. അതൊരു നല്ലൊരു ഹാബിറ്റാണോ? അതൊരു ബാഡ് ഹാബിറ്റാണോ? ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ് ഹാബിറ്റ്? ഇതെന്താണ്? അതൊരു ഗുഡ് ഹാബിറ്റാണ്. അപ്പോൾ ഏത് കളറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? യെല്ലോ കളർ. ഓക്കെ, all of you open your notebook. First you write today's date. Teacher hard words read ചെയ്യാം. First one is thank you. THANKYOU. Thank you. Sorry. 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 Then needy. 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 Then someone. 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 Wrong. 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 All of you write these hard words 5 times neatly, touching the lines, and send it to me. Okay, bye children. Good morning everyone. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണല്ലോ. യെസ്. അപ്പോൾ ടീച്ചറിൻ്റെ ഇംഗ്ലീഷിൻ്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ലെസൺ ബേസ് ചെയ്തുള്ള ആക്ടിവിറ്റിയാണ്, ടെക്സ്റ്റ് ആൻഡ് നോട്ട് ആക്ടിവിറ്റിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ. Okay, all of you take your textbook. Please listen here, page number 12. Okay, grammar, tense, present continuous tense. Now soon, now or soon. Present continuous tense എന്ന് പറഞ്ഞാൽ is often used for activities or situations that happening now, അല്ലെങ്കിൽ currently happening. Okay, read the following sentences. This one, Pooja is eating an apple. Pooja is eating an apple now. Okay, Pooja is going to eat an apple soon. Now il endana, Pooja is eating an apple. Then Pooja is going to eat an apple. Okay, next one, this is Sharma is mixing eggs, sugar, butter and flour. Then she is going to bake a cake. First one, okay, Mrs. Sharma is mixing eggs, sugar, butter and flour. Now ഇപ്പോൾ നടക്കുന്നത് soon she is going to bake a cake. Okay, the next one, what are they going to do? What are going to do soon? Then they are going to watching television. They are going to watch television. അതും soon. Okay, അപ്പോൾ present continuous tense എന്ന് പറഞ്ഞാൽ present continuous tense is often used for activities or situations that happening now or currently happening. Okay, അതുപോലെ അതിൻ്റെ ബേസിൽ fill in the blanks. Sunil is peeling a banana. He is dash eat എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, soon ആണ്. soon. അപ്പോൾ he is going to eat it. Okay, he is going to eat it. കഴിക്കാനായിട്ട് പോവുകയാണ്, അപ്പോൾ soon ആണ്. Then Riya is putting toothpaste on her toothbrush. Riya is putting toothpaste on her toothbrush now. Then she is going to brush her teeth. അപ്പോൾ സൂണിലതാണ്, she is going to brush her teeth. Next, what is Naren going to do? Soon he is going to
he is going to sing a song. He is going to sing a song. Jai is doing his homework now. നൗവിൽ ഇപ്പോൾ നടന്നത് എന്താണ്? അജയ് ഈസ് ഡൂയിങ് ഹിസ് ഹോംവർക്ക്. ദെൻ സൂണിൽ ആഫ്റ്റർ 20 minutes he is going to ride his bike. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫിൽ ചെയ്യുക. നെക്സ്റ്റ് കംപ്ലീറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ്. ഫസ്റ്റ് വൺ, മദർ ഡാഷ്ഡ് ഇൻ ദി കിച്ചൺ, ബ്രാക്കറ്റിൽ കുക്ക് നൗ. Mother is cooking in the kitchen. Second one, the children dash in the park. ബ്രാക്കറ്റിൽ നോക്കിയേ, play zoom. The children are going to play in the park. Okay. Third one, Maya dash very fast. Run. Now, Maya is running very fast. She is dash the race. Win soon. ഇനി സൂണിലാണ്. She is going to win the race. Last one, Topsy the rabbit dash because he is lost. Cry now. Topsy the rabbit is crying because he is lost. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് ടെക്സ്റ്റിൽ മനസ്സിലാക്കി ഫില്ല് ചെയ്യുക. നോട്ട്ബുക്കിലും ഇത് എഴുതി ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്സ്. നമ്മൾ ടെക്സ്റ്റിൽ കണ്ട ആക്ടിവിറ്റീസ് നോട്ടിലോട്ട് ചെയ്യണം. Complete the names of the days of the week. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റേഴ്സ് എഴുതി ഫില്ല് ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഇത് ഓക്കെ, ഡേയ്സ് ഏതൊക്കെയാണ് ഡേയ്സ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ്. ഫസ്റ്റ് വൺ, മദർ ഡാഷ് ദി കിച്ചൺ. കുക്ക് നൗ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മദർ ഈസ് കുക്കിംഗ് ഇൻ ദി കിച്ചൺ. The children dash in the park. The children are going to play in the park. Maya dash very fast. She dashed the race. Topsy the rabbit dash because he is lost. Cry എന്നും now എന്നും ബ്രാക്കറ്റിലുണ്ട്. അപ്പോൾ ടീച്ചർ ഫസ്റ്റ് രണ്ടെണ്ണം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളത് സ്വന്തമായിട്ട് എല്ലാവരും ഫില്ല് ചെയ്ത് ടീച്ചറിൻ്റെ നോട്ട്ബുക്സ് കാണിക്കുക. ഓക്കെ ചിൽഡ്രൻ? ഓക്കെ ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഹിന്ദിയിൽ കണ്ടിന്യൂഷൻ സെന്റൻസ് ആണ് പഠിക്കേണ്ടത്. ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പ്ലീസ് ലിസൺ ഹിയർ. Okay, please listen here. तट पर देखता हर घर, जल लहर पर हर हर मगर. घर लाता था फल छक छक, आम अनार और अंगूर, मगर चखता था रस भरपूर. Once more reading, please listen. तट पर देखता हर घर, जल लहर पर हर हर मगर. घर लाता था फल चक छक, आम अनार और अंगूर, मगर चखता था रस भरपूर. Once more, please listen children. Malayalam teacher meaning text വായിച്ചു പറഞ്ഞുതരാം കേട്ടോ. Okay children, once more to reading. Let पर रेखा घर, जल लहर पर हर हर मगर. घर लाता था फल चक छक, आम अनार और अंगूर, मगर चखता था रस भरपूर. Let us read text. All of you take your textbook, text page number 54, lesson 9, har har और khar khar.
നല്ല കണ്ടിന്യൂഷനാണ്, തുടർച്ചയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. തട്പ രക്താഥ ഖർ ഖർ. ശ്രദ്ധിച്ച് ടെക്സ്റ്റ് നോക്കണേ എല്ലാവരും. ടെക്സ്റ്റ് എടുത്തായിരുന്നോ? ടെക്സ്റ്റ് നോക്കൂ. തട്പർ രക്താഥ ഖർ ഖർ ജൽ ലഹർ പർ ഹർ ഹർ മഗർ. കരയിലാണ് ഖർ ഖർ താമസിച്ചിരുന്നത്. ജൽ ലഹർ പർ ഹർ ഹർ മഗർ. ജലത്തിലാണ് ഹർ ഹർ മഗർ താമസിച്ചിരുന്നത്. ഖർ ലാത്താത ഫൽ ചക് ചഖർ. ആം അനാർ ഔർ അങ്കൂർ മഗർ ചക്താഥ രസ് ഫർഫൂർ. എന്താണ് ഖർ പറയുന്നത്? ഖർ ലാത്താഥ. ഖർ 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 ആരാണ് ഇവിടെ പറയുന്നത്? കരയിൽ താമസിച്ചിരുന്ന ഡോങ്കിയാണ് അല്ലേ? നോക്കിയേ, ലുക്ക് ദിസ് പിക്ചർ. ഉണ്ടോ? ഡോങ്കിയുമുണ്ട്, ക്രോക്കഡൈലുമുണ്ട്, ജൽജറും ഥൽച്ചർ അല്ലേ? ഖർ ഖർ പേരെന്താണ്? ഖർ ഖർ ഹർ ഹർ അല്ലേ? യെസ്. അങ്ങനെ ഖർ ലാത്ത. ഖർ എന്തൊക്കെ കൊണ്ടുവന്ന് നോക്കിയേ. ഫൽ ചക് ചക്. പഴങ്ങളെല്ലാം, ഫ്രൂട്ട്സ് എല്ലാം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് വരികയാണ്. ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? ആം, അനാർ ഔർ അങ്കൂർ. മാംഗോ, പൊമിഗ്രാനറ്റ്, ദെൻ എന്താണ്? അങ്കൂർ, ഗ്രേപ്സ് അല്ലേ? ഇത്രയും കൊണ്ടുവന്നത് ക്രോക്കഡൈലിന് കൊടുക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്ന് വെച്ചേക്കുക കേട്ടോ. മഗർ ചക്താഥ രസ് ഫർഫൂർ. മഗർ എന്താണ്? ഹർ ഹർ മഗർ. എൻ്റെ വായിൽ ഇതേ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ആസ്വദിച്ച് കഴിക്കുകയാണ്. അത് നോക്കിയേ, കണ്ടോ? പിക്ചർ നോക്കിയേ, ലുക്ക് ദിസ് പിക്ചർ. ഓക്കെ, ദെൻ മഗർ ചക്താഥ രസ് ഫർഫൂർ. രസം എന്ന് വെച്ചാൽ എന്താണ്? ജ്യൂസ്. ഫർഫൂർ ധാരാളം അല്ലേ? ലോട്ട് ഓഫ്. എന്താണ് പറയുന്നത്? ഒന്നുകൂടെ വായിക്കാൻ ടീച്ചർ. തട്പർ രക്താഥ ഖർ ഖർ ജൽ ലഹർ പർ ഹർ ഹർ മഗർ ഖർ ലാഥാഥ ഫൽ ചക് ചഖർ ആം അനാർ ഔർ അങ്കൂർ മഗർ ചക്താഥ രസ് ഫർഫൂർ. ഇതിൻ്റെ ജ്യൂസ് കുടിക്കാനാണ്, ധാരാളം ഇതിൻ്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ. മഗർ ചക്താഥ ജ്യൂസിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് ലാസ്റ്റ് കേട്ടോ. മഗർ ചക്താഥ രസ് ഫർഫൂർ. ധാരാളം ജ്യൂസ് മഗർ ആസ്വദിച്ച് കുടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കണ്ടോ? ഫ്രൂട്ട്സ് കഴിക്കുന്ന പിക്ചർ കണ്ടല്ലോ. ഓക്കെ, മനസ്സിലായല്ലോ? ടീച്ചർ വൺസ് മോർ ടു റീഡിങ്. പ്ലീസ് ലിസൺ ചിൽഡ്രൻ. തട്പർ രക്താഥ ഖർ ഖർ ജൽ ലഹർ പർ ഹർ ഹർ മഗർ ഖർ ലാത്താഥ ഫൽ ചക് ചഖർ ആം അനാർ ഔർ അങ്കൂർ മഗർ ചക്താഥ രസ് ഫർഫൂർ. ഓക്കെ ചിൽഡ്രൻ, ഹാർഡ് വേർഡ്സ് നോക്കാം. All of you take your notebook, write today's date and day. Lahar, aam, anar, angur. Lahar, aam, anar, angur. Once more to reading. Lahar, aam, anar, angur. Write 5 times. നീറ്റായിട്ടും നോക്കി എഴുതുക. ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.